ലബു, നമ്മളപ്പോ 1001 രാവുകളിലെ ഒരു കഥ പറഞ്ഞു തീർത്തു അല്ലെ? 5 ഭാഗമായിട്ട് പറഞ്ഞു തീർത്തു. ഏതാണ്? ധർമ്മിഷ്ഠനായ ഷെയ്ഖ് അല്ലെ? സാദിന്റെയും കഥ പറഞ്ഞു തീർത്തു അല്ലെ? അപ്പൊ നമ്മള് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുതിയ കഥ തുടങ്ങുന്നു അല്ലെ? ബസ്റായിൽ ഹസൻ എന്ന കഥ 1001 രാവുകളിലെ ഈ ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണെന്ത്? ബസ്റായിൽ ഹസൻ. നല്ല പേരല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഹസന്റെ കഥയാണ് അല്ലെ? അത് വേറെ ഹസൻ. ആ കഥ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇത് കാണാത്തവര് 5 പാർട്ടായിട്ട് ധർമ്മിഷ്ഠനായ ഷെയ്ഖ് എന്ന ഒരു കഥയുണ്ട്, അത് കേൾക്കണം. ആ കഥക്ക് ശേഷമാണ് 1001 രാവുകളിലുള്ള ബസ്റായിൽ ഹസൻ എന്ന കഥ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. ഈ ബസ്റായിൽ ഹസൻ എന്ന കഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു കഥയുണ്ട്. അതാണ് ഇന്ന് പറയുന്നത്. ബസ്റായിലെ ഹസൻ എന്ന കഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കഥയുണ്ട്. പണ്ട് പേർഷ്യ എന്നൊരു രാജ്യത്ത് കിൻഡാമീർ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. എന്താ പേര്? കിൻഡാമീർ രാജാവിന്റെ പേര്. ഈ രാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജാവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? പാട്ട് കേൾക്കല്, കഥ കേൾക്കല്, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രാജാവിന്റെ രാജകൊട്ടാരത്തിലുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റുള്ള വിദൂഷകരും ഒക്കെ ഏറ്റവും കൂടുതൽ കഥ പറയുന്നവരും പാട്ട് പാടുന്നവരും കവിത ചൊല്ലുന്നവരൊക്കെയാണ്. രാജാവിന് അങ്ങനെ ഇഷ്ടം. മന്ത്രിമാർക്കൊക്കെ ഒരുപാട് കഥകൾ അറിയാം. അതുപോലെ തന്നെ കൊട്ടാരത്തിലുള്ള മറ്റു പരിചാരകർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം. അങ്ങനെ ഈ സംഭവങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് രാജാവ് കൊട്ടാരത്തിൽ നിയമിക്കുക. ഒരു കഥപ്പിരാന്തനാണ് രാജാവ്. എത്ര കഥ കേട്ടാലും രാജാവിന് മതിയാകൂല, ഈ കിൻഡാമീർ രാജാവിന്. അങ്ങനെയാണ് ആ രാജസദസ്. വളരെ നല്ല രാജാവാണ്. അങ്ങനെ കൊട്ടാരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കഥ പറയുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും രാജാവ് രാജസദസ് വിളിച്ചു കൂട്ടും. രാജകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം കഥ പറയാൻ പറയും. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് അറിയുന്ന കഥകൾ പറയും. അങ്ങനെ പുതിയ പുതിയ കഥകൾ രാജാവ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും നല്ല നല്ല കഥകൾ കേട്ട് അവസാനം കഥകളെല്ലാം പറഞ്ഞ് എല്ലാവരുടെ കയ്യിലുള്ള കഥകൾ തീർന്നു പോയി. ആരടുത്തും കഥയില്ല. ഈ ലോകത്തുള്ള മുഴുവൻ കഥയും പറഞ്ഞു തീർന്നു രാജാവിൻ്റെ അടുത്ത്. കാരണം എല്ലാ ദിവസവും എല്ലാ നേരവും രാജാവ് കഥ പറയില്ലല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥയുണ്ടാ. അതുകൊണ്ട് കിൻഡാമീർ രാജാവിനോട് പോയിട്ട് ആൾക്കാർ പറഞ്ഞു, ഇനി കഥയില്ല രാജാവ്, കഥയൊക്കെ തീർന്നു. രാജാവ് പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ ശമ്പളം തന്ന് നിയമിച്ചിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കഥ തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ നേതാവ് അബു അലി എവിടെ? അബു അലിയെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ ഈ കൊട്ടാരത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരു കഥ പറയുന്ന ആളാണ് അബു അലി. അബു അലിയാണ് ഈ കഥാകാരന്മാരുടെ എല്ലാം നേതാവ്. അബു അലി എല്ലാവരോടും കഥ പറയുന്ന ആളാണ്. ഈ രാജാവിന് നിരന്തരമായിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾ. അബു അലിയുടെ ശിഷ്യന്മാരാണ് ബാക്കിയുള്ളതൊക്കെ. അബു അലിയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അബു അലിയെ പരിചാരകർ പോയിട്ട് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. അബു അലി, നിന്റെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളും കഥയൊക്കെ പറഞ്ഞു തീർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് പുതിയ കഥ കേൾക്കണം. ഇതുവരെ കേൾക്കാത്ത ഒരാളും ഇതുവരെ പറയാത്തൊരു കഥ എനിക്കിന്ന് കേൾക്കണം. നീ അത് പറഞ്ഞു തരണം. അബു അലി പറഞ്ഞു, മഹാരാജാവേ, എനിക്കറിയുന്ന കഥകൾ മുഴുവൻ എൻ്റെ ശിഷ്യന്മാർക്കറിയാം. എൻ്റെ കയ്യിൽ എനിക്ക് കഥയില്ല, മുഴുവൻ കഥയും തീർന്ന്. അതുകൊണ്ട് എനിക്ക് കഥ പറയാൻ ഒരു നിർവാഹവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കഥ കേൾക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ആകെ ഒരാഴ്ച സമയം തരും. ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നീ എനിക്കൊരു പുതിയ കഥ, ഇതുവരെ കേൾക്കാത്ത ഒരു നല്ല കഥ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അബു അലി പറഞ്ഞു, അയ്യോ ഒരാഴ്ച കൊണ്ടൊന്നും എനിക്ക് കഥ ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിനക്ക് എത്ര സമയം വേണമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, എത്ര സമയം പറഞ്ഞാലും ശരി, നീ എനിക്ക് പുതിയ കഥ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിന്റെ തല ഞാൻ വിട്ടു എന്ന് പറഞ്ഞു രാജാവ്. അബു അലിക്ക് പേടിയായി. രാജാവല്ലേ പറഞ്ഞു തല വിട്ടു എന്ന്. കഥ പറഞ്ഞു, ഇതെന്തൊരു പിരാന്ത രാജാവാണ് അല്ലെ, കഥ കേട്ടിട്ടില്ലെങ്കിൽ തല വിട്ടു എന്നാ പറയുന്നു. അബു അലിക്ക് പേടിയായി, രാജകൽപ്പനയാണ്. അപ്പൊ അബു അലി പറഞ്ഞു, പേടിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എനിക്ക് സമയം താ.
രാജാവ് ഇതുവരെ കേൾക്കാത്തൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷത്തെ സമയം പോടൊന്നും. അബു അലി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. അബു അലിയുടെ മനസ്സിൽ ഒന്നുമില്ല, കഥയൊന്നുമില്ല. ഒരു വർഷം വരെ എങ്ങനെങ്കിലും കിട്ടുമോ നോക്കാന്നുള്ള ചിന്തയിലാണ് അബു അലി പറഞ്ഞത്. രാജാവ് പറഞ്ഞു, നല്ല കഥ നീ ഒരു വർഷം കൊണ്ട് എനിക്ക് പറഞ്ഞു തരുമോ? ആ പറഞ്ഞുതരാം. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ നിന്റെ തല വെട്ടും. ഓക്കെയാണോ? ഓക്കെയാണ്. അങ്ങനെ സമ്മതിച്ചു. എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞു, ഒരു വർഷം ഞാൻ നിനക്ക് അനുവദിച്ചു തരാം. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. നീ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. എന്നിട്ട് നീ സ്വയം കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ നീ എനിക്ക് കഥ പറഞ്ഞു തരണം. ഈ നാട് വിട്ടിട്ട് പോകാൻ നിന്നെ അനുവദിക്കൂലെന്ന് പറഞ്ഞു. പെട്ടില്ലേ? അബു അലിക്ക് കൂടുതൽ പെട്ട്. ആ ഓക്കെ രാജാവേ, രാജകൽപ്പനയ്ക്ക് പിന്നെ എതിരെ അഭിപ്രായം പറയാൻ പറ്റൂല. ആ ഓക്കെ രാജാവേ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അബു അലി അവിടുന്ന് ഒരു വർഷത്തെ സമയവും വാങ്ങിച്ചിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. അബു അലി ആകെ വിഷമിക്കുകയാണ്. എന്ത് ചെയ്യും? പഠിച്ചോനെ, എൻ്റെ ജീവിതം ഒരു വർഷം കൂടിയേ ഉള്ളൂ, എന്തായാലും കഥയില്ല, പിന്നെന്താ ചെയ്യും? രാജാവിൻ്റെ വധശിക്ഷയ്ക്ക് ഞാൻ വിധേയനാകേണ്ടി വരും. അപ്പൊ ഈ അബു അലിക്ക് പ്രധാനപ്പെട്ട 5 ശിഷ്യന്മാരുണ്ട്. ഈ 5 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അബു അലി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. എന്നിട്ട് 5 ശിഷ്യന്മാർക്ക് കുറച്ച് പൈസ ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ രാജാവ് പറഞ്ഞ രാജകൽപ്പനയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് ഒരു വർഷം മാത്രമേ സമയമുള്ളൂ എന്നാ പറയുന്നത്. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കഥ പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ തല വെട്ടും എന്നാ പറയുന്നത്. നിങ്ങളെ ഗുരുവായ എൻ്റെ തല പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ അയ്യോ, അങ്ങയുടെ തല പോകുന്നത് നമുക്കാർക്കും ഇഷ്ടമല്ല, എന്താ ചെയ്യേണ്ടത്? പിന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആര്? ഈ 5 ശിഷ്യന്മാർ. അപ്പൊ അബു അലി 5 ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾ 5 പേരും ലോകത്തിന്റെ 5 ഭാഗങ്ങളിലേക്ക് പോകണം. ഒരാള് ഏഷ്യയിലേക്ക് പോകണം, ഒരാള് യൂറോപ്പിലേക്ക് പോകണം, ഒരാള് അറബ് കൺട്രീസിലേക്ക് പോകണം, ഒരാള് ചൈന ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ 5 ഭാഗത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ട് കഥ അന്വേഷിക്കണം. മനസ്സിലായില്ലേ? കഥ അന്വേഷിക്കണം. ഏത് കഥ? ബസ്റയിലെ ഹസൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥ നിങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എന്ത്? ബസ്റയിലെ ഹസന്റെ കഥ അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കഥയായിട്ട് നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ തിരിച്ചു വരുന്നതും കാത്ത് ഞാനിവിടെ ഉണ്ടാവും. നിങ്ങൾ കഥയില്ലാതെ തിരിച്ചു വന്നാൽ എൻ്റെ കഥ കഴിയും. അതെ അല്ലേ? ഓക്കെ, എന്നാലും ഒന്നും കൂടി കേട്ടോളൂ. അങ്ങനെ കഥയില്ലാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ കഥ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ തലവെട്ടാൻ വേണ്ടി സമ്മതിക്കൂല. 5 പേരും ഇന്ന് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പുറപ്പെടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ 5 പേരും 5 സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ കഥ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. 5 ആളും 5 ഭാഗത്തേക്ക് പോയി. ഓരോരുത്തരും ബസ്റായിലെ ഹസന്റെ കഥയുണ്ടോന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ബസ്റായിലെ ഹസന്റെ കഥ തേടിപ്പോയ 4 പേരും തിരിച്ചു വന്നു. എന്നിട്ട് അബു അലിയോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയി ബസ്റായിലെ ഹസന്റെ കഥ അന്വേഷിച്ച്, പക്ഷെ ആർക്കും ബസ്റായിലെ ഹസന്റെ കഥ അറിയില്ല, എന്താ ചെയ്യാ? അപ്പൊ അബു അലി പറഞ്ഞു, എൻ്റെ വിധി എൻ്റെ തല പോകാനുള്ള വിധിയായിരിക്കുന്നു. അതുകൊണ്ട് ഓക്കെ, നിങ്ങളിൽ 5ാമനായ മുബാറക്ക് ഇവിടെ? മുബാറക്കിനെ കണ്ടില്ലല്ലോ. അപ്പൊ അവര് ചോദിച്ചു, മുബാറക്ക് വന്നില്ലേ? ഇല്ല, മുബാറക്ക് വന്നില്ല. പിന്നെ അവനെവിടെ പോയി? അവനക്കും കഥ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോ അങ്ങയുടെ തല വെട്ടുന്നത് കാണാതിരിക്കാൻ വേണ്ടി മുബാറക്ക് ഇങ്ങോട്ടേക്ക് വരുത്തി നിർത്തിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയിരിക്കാനാ സാധ്യത എന്നൊക്കെ അവർ ചർച്ച ചെയ്തു. പക്ഷേ നമ്മളെ മുബാറക്കില്ല, 5ാമനായ മുബാറക്ക് ഈ ബസ്റായിലെ ഹസന്റെ കഥക്ക് വേണ്ടിയിട്ട് ആ നാട് മുഴുവൻ, അദ്ദേഹം പോയ നാട് മുഴുവൻ ഇങ്ങനെ അലയാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ആർക്കെങ്കിലും ബസ്റായിലെ ഹസന്റെ കഥ അറിയോ? പക്ഷെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ക്ഷീണം കൊണ്ട് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. ആര്? മുബാറക്ക്. കുറെ സമയം കഴിഞ്ഞിട്ട് എന്തോ ഒരു ബഹളം കേട്ടിട്ട് മുബാറക്കിന്റെ ഉറക്കഞ്ഞെട്ടി ഇങ്ങനെ പെട്ടെന്ന് ഉറക്കഞ്ഞെട്ടി നോക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഓടുന്നു. കുറെ ആൾക്കാർ ഭയങ്കര സ്പീഡിൽ ഓടുകയാണ്. മുബാറക്ക് വിചാരിച്ചു, ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഓടുന്നത്? എങ്ങോട്ടാ ഓടുന്നത്? ഒരാളും
എന്താന്ന് സംഭവം എന്ന് അറിയുന്നില്ല. മുബാറക്കും പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാളും നിൽക്കുന്നില്ല, എല്ലാവരും ഓടുകയാണ്. മുബാറക്ക് ഒരാളെ പിടിച്ചിങ്ങനെ വലിച്ചു, ഓടുന്ന കൂട്ടത്തിൽ ഒരാൾ. എന്തു പറ്റി? അയാൾ കൈ പിടിച്ചിട്ട് ഓടി, ഒന്നും പറഞ്ഞില്ല, അയാൾ ഒറ്റ ഓടി. അപ്പൊ മുബാറക്ക് വിചാരിച്ചു ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇതെന്താ നാട്ടുകാരല്ല എങ്ങോട്ടൊക്കെ ഓടുന്നത്. ഒരു പ്രായമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഓടാൻ പറ്റാണ്ട് വളരെ വിഷമിച്ച് ഓടുന്നുണ്ട്. അയാളെ പിടിച്ചാട് വെച്ചിട്ട് പറഞ്ഞു, അല്ല എന്ത് പറ്റി, നിങ്ങളെല്ലാം എങ്ങോട്ടാ ഓടുന്നത്? അപ്പോൾ അയാൾ ചോദിച്ചു, ആ വൃദ്ധൻ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അല്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ വേറൊരു നാട്ടിലുള്ള ആളാ. ഓ, അതാണ് നിങ്ങൾക്ക് തിരിയാത്തത്, എല്ലാവരും ഓടുന്ന കാര്യം എന്താന്ന് മനസ്സിലാവാത്തത്. നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ പറഞ്ഞുതരാം. അല്ല, എന്താണ് പറ, എന്തിനാ ഓടുന്നേ ചോദിച്ചു. എന്നാ പറഞ്ഞു, നമ്മുടെ ഉസ്താദ് കഥ പറയാൻ വരുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് ആ സ്ഥലത്തേക്കാണ് എല്ലാവരും ഓടുന്നത്. അരെ, നാളെയല്ലേ കഥയോ പറയാൻ വരുന്നത്, അതിന് ഇന്നേ എന്തിനാ ഓടുന്നത്? നാളെ ഓടിയാ പോരെ എന്ന് പറഞ്ഞല്ല. നാളെയല്ല, ഇന്നേ പോയാലേ സ്ഥലം കിട്ടുള്ളൂ അവിടെ ഇരിക്കാൻ വേണ്ടി. അതേതാ ഉസ്താദ്? അതൊക്കെ പറഞ്ഞുതരാം, നീ എൻ്റെ കൂടെ വാ, എനിക്ക് കേൾക്കണോ കഥ? പിന്നെ കഥ കേൾക്കാനല്ല ഞാൻ ഈ കാലത്രയും വരുന്നേ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ എന്ത് ചെയ്ത് ഈ മുബാറക്ക് ഓടി 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 ലാസ്റ്റ് എത്തിപ്പെട്ടത് വലിയൊരു മൈതാനത്താണ്. ആ മൈതാനത്ത് നോക്കുമ്പം എദ്രാന്നറിയോ, ആ മൈതാനം നിറയെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് അതിവിശാലമായ ജനക്കൂട്ടം. എല്ലാവരും കഥ കേൾക്കാൻ വേണ്ടി വന്നതാണ് അത്രേ. നാളത്തേക്ക് ഇന്നേ വന്ന് സ്ഥലം പിടിച്ചിരിക്കുക കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു ലോകം തന്നെ. അങ്ങനെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ മുബാറക്കും ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി അവിടെ ഇരുന്നു. ഏതായാലും എന്ത് കഥയാ പറയുന്നത് നോക്കാം, കേൾക്കാന്നുള്ള രീതിയിൽ മുബാറക്കും അവിടെ ഇരുന്നു. മുബാറക്കും അവിടെ ഇരുന്ന് കുറെ സമയം കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവിടെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെയായി. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഉസ്താദ് വന്നു. വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ, താടിയൊക്കെ നീട്ടി വളർത്തി, നല്ല വെള്ള വസ്ത്രം ധരിച്ച് ജുബയിട്ട് അതിസുന്ദരനായിട്ടുള്ള വളരെ വൃദ്ധനായിട്ടുള്ള ഒരു ഉസ്താദ് കഥ പറയാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ ജനങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന് വഴിമാറിക്കൊടുത്തിട്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നിട്ട് അവിടെ ഉപവിഷ്ടനായി. എന്നിട്ട് നാട്ടുകാരോട് മൊത്തം അഭിവാദ്യങ്ങൾ ചെയ്തു. എന്നിട്ട് അന്ന് അവിടുന്ന് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് ആ കഥ കേട്ടിട്ട് ചിരിച്ചു, കുറെ ആൾ കരഞ്ഞു, കുറെ ആൾ ബോധം കെട്ടു വീണു. അങ്ങനെയുള്ള ഒരു കഥ, വളരെ നീണ്ടു നിൽക്കുന്ന കഥ. ജനങ്ങളെല്ലാം വളരെ ഹർഷാരവത്തോടെ ആ കഥ കേട്ട് അവസാനിപ്പിച്ചപ്പോൾ കൈയടിച്ചു. വളരെ നീണ്ട കഥ. ഒരാൾ പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല ഈ കഥ തീരുന്നത് വരെ. അത്രയ്ക്കും നല്ലൊരു കഥയാണ് അദ്ദേഹം പറഞ്ഞത്. മുബാറക്കിന് ഭയങ്കരമായിട്ട് ഈ ഉസ്താദിന്റെ കഥ പറയുന്ന ശൈലിയും ആ കഥയും ഒക്കെ ഇഷ്ടായി. എന്നിട്ട് എല്ലാവരും പോയതിനു ശേഷം ഈ മുബാറക്ക് ഈ ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് സലാം ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് മുബാറക്ക്, ഞാൻ പേർഷ്യയിൽ നിന്നാണ് വരുന്നത്. അബു അലി എന്നവരാണ് എൻ്റെ ഗുരു. അദ്ദേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ഉസ്താദിനോട്. അബു അലി, പേർഷ്യയിലെ അബു അലിയുടെ നാട്ടിൽ നിന്നാണോ നിങ്ങൾ വരുന്നത്? അബു അലിയെ എനിക്കറിയാം, അദ്ദേഹം വളരെ പ്രശസ്തനാണല്ലോ, നല്ല കാതികനാണല്ലോ അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ? അദ്ദേഹത്തിനോട് എൻ്റെ സലാം പറയണേന്ന് പറഞ്ഞു ഈ ഉസ്താദ്. തീർച്ചയായും, പക്ഷെ അദ്ദേഹം എന്നോട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? ബസ്രയിലെ ഹസന്റെ കഥ സംഘടിപ്പിച്ചു വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവന്റെ പ്രശ്നമാണ്. രാജാവ് അദ്ദേഹത്തിന്റെ തല വെട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഈ കഥ കിട്ടിയിട്ടില്ലെങ്കിൽ അബു അലിയുടെ കഥ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ബസ്രയിലെ ഹസന്റെ കഥ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണല്ലേ, ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ബസ്രയിലെ ഹസന്റെ കഥ എന്ന കഥ ഈ ലോകത്ത് എനിക്ക് മാത്രമേ അറിയൂ. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ ലോകത്ത് ആ കഥ അറിയുന്ന ഒരേ ഒരാൾ ഞാനാണ്. ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് നീ 1-2 കാര്യങ്ങൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ കഥ പറഞ്ഞു തരുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ്? ഈ കഥ ഒരിക്കലും ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് നീ പറഞ്ഞു കൊടുക്കരുത്.
ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളോട് ഈ കഥ നീ പറഞ്ഞു കൊടുക്കരുത്. ഒരു ആളുകളെ പരിഹസിക്കുന്ന ആളുകളോട് ഈ കഥ പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ബസ്റായിലെ അസന്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മുടെ മുബാറക്കിന് എന്ത് പറഞ്ഞാലും അംഗീകരിക്കും അല്ലേ? കാരണം ഗുരുവിന്റെ തലയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ഞാൻ ഒരിക്കലും ഇത് ബുദ്ധിയില്ലാത്തവരോട് പറയൂല, വിശ്വാസമില്ലാത്തവരോട് പറയൂല, പരിഹസിക്കുന്നവരോടും ഞാൻ ഈ കഥ പറയൂല. ഉറപ്പ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്നാ പിന്നെ നീ ഒരു പേനയും കടലാസും എടുത്തോളൂ, ഞാൻ പറയുന്ന കഥ എഴുതിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. ബസ്റയിലെ അസന്റെ കഥ ഈ ഉസ്താദ് പറയാൻ തുടങ്ങി. മുബാറക് കഥ എഴുതിയെടുക്കാൻ തുടങ്ങി. 7 രാത്രിയും 7 പകലും കൊണ്ടാണ് ആ കഥ പറഞ്ഞു തീർത്തത്. ആര്? ഈ ഉസ്താദ്. മുബാറക് ഈ കഥ കേട്ടിട്ട് ഒരുപാട് സമയം കരഞ്ഞു, ഒരുപാട് സമയം ചിരിച്ചു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ ബസ്റായിലെ അസന്റെ കഥ. എന്നിട്ട് കഥ പറഞ്ഞതിന് ശേഷം ഉസ്താദിനെ കെട്ടിപ്പിടിച്ചു മുബാറക്ക്. എന്നിട്ട് പറഞ്ഞു, ഈ കഥയും കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ പേർഷ്യയിലേക്ക് എത്തട്ടെ. അദ്ദേഹം, എൻ്റെ ഗുരു അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഈ കഥ ഉപകരിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉസ്താദിന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഈ കഥ ഭദ്രമായി ഒരു പെട്ടിയിലാക്കി. ആ പെട്ടിയും എടുത്തിട്ട് നമ്മുടെ മുബാറക്ക് ഇവിടത്തേക്ക് വരികയാണ്, പേർഷ്യയിലേക്ക് വരികയാണ്. അപ്പോ അബു അലിയെ തലവെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഇനി കേവലം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. രാജാവ് പറഞ്ഞ ദിവസം അവസാനിക്കാൻ പോവാണ്, 1 വർഷം തികയാൻ പോവാണ്. അബു അലി ആകെ പ്രതീക്ഷ മുബാറക്കാണ്. മുബാറക്ക് തിരിച്ചു വരുന്നേ ഇല്ല. ബാക്കി 4 പേരും തിരിച്ചു വന്നു. എന്തു ചെയ്യും? ഏതായാലും അള്ളാഹുവിന്റെ വിധി അതാണ്. എൻ്റെ തല പോകട്ടെ, എന്തായിരിക്കും പടച്ചോന്റെ വിധി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു പരിചാരകൻ ഓടി വന്നിട്ട് പറയുന്നത്, അബു അലി, മുബാറക്ക് വരുന്നുണ്ട്, മുബാറക്ക് കഥയുമായിട്ട് വരുന്നുണ്ട്, കുതിരപ്പുറത്ത് കുതിച്ചു വരുന്നുണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞു. അബു അലി അപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോ മുബാറക്ക് അതിവേഗതയിൽ കുതിരപ്പുറത്ത് വരികയാണ്, ഒരു പെട്ടിയായിട്ട്. അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഗുരു, അബു അലി, ഇതാ നിങ്ങൾ പറഞ്ഞ ബസ്റായിലെ അസന്റെ കഥയായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അബു അലി ഓടിച്ചെന്ന് മുബാറക്കിനെ കെട്ടിപ്പിടിച്ചു, ഒരുപാട് ചുംബനങ്ങൾ നൽകി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഈ മുബാറക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ കഥ വായിക്കണം. അങ്ങനെ മുബാറക്ക് അബു അലിക്ക് ആ കഥ വായിച്ചു കൊടുത്തു. അബു അലി അത് വായിച്ച് ആകെ എന്താ പറയാ, അത് വായിച്ചിട്ട് അത്രയും ഇതുകൊണ്ടു ഉന്മേഷം കൊണ്ടു. ആർക്ക്? അബു അലിക്ക്. അബു അലി അപ്പം തന്നെ 7 ദിവസം എടുത്തിട്ടാണ് അബു അലി അത് വായിച്ചു തീർത്തത്. എന്നിട്ട് പിന്നെ തലവെട്ടേണ്ട ദിവസം നാളെയാണ്. അബു അലി പറഞ്ഞയച്ചു, രാജാവിനോട് പറ, കിൻഡാമീർ രാജാവിനോട് പറ, പേർഷ്യയിലെ രാജാവിനോട് പറ, അബു അലി 1 വർഷം തികയുന്ന അന്ന് ബസ്റായിലെ അസന്റെ കഥയായിട്ട് വരുന്നുണ്ട്, ഒരുങ്ങി നിന്നോളാൻ പറ എന്ന് പറഞ്ഞു. പട്ടാളക്കാർ പോയിട്ട് കിൻഡാമീർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അബു അലി കഥയായിട്ട് വരുന്നുണ്ട്. രാജാവിന് പിന്നെ അതെല്ലാം വേണ്ടേ, കഥകൾക്ക് തയ്യാറായിരിക്കട്ടെ. രാജാവ് പറഞ്ഞു, അബു അലിയുടെ വീട് മുതൽ ഈ കൊട്ടാരം വരെ പരവതാനി വിരിക്ക്, അബു അലിക്ക് വേണ്ട കുതിര പടയാളികളും ഒരുപാട് പട്ടാളക്കാരും വിട്ടുകൊടുക്ക്, അബു അലിയെ ഒരു രാജകുമാരനെ പോലെ ഈ കൊട്ടാരത്തിലേക്ക് ആനയിക്ക്. അങ്ങനെ പട്ടാളക്കാരും കിങ്കരന്മാരും അബു അലിയുടെ വീട്ടിലേക്ക് എത്തി. അബു അലിയെ കുതിരപ്പുറത്ത് കയറ്റി കിൻഡാമീർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു രാജകുമാരനെ പോലെ കൊണ്ടുപോവാണ്. ഈ കൊട്ടാരത്തിലേക്ക് അബു അലിയെ സ്വീകരിച്ചിരുത്തി കൊട്ടാരത്തിൽ സ്വീകരിച്ചിരുത്തി അബു അലിക്ക് വേണ്ട ഒരുപാട് പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അബു അലിയോട് പറഞ്ഞു, ആ കഥ പറ, ബസ്റായിലെ അസന്റെ കഥ പറ എന്ന് പറഞ്ഞു. അപ്പൊ ബസ്റായിലെ അസന്റെ കഥ ആ പെട്ടി പൊട്ടിച്ചു. എന്നിട്ട് രാജാവ് രാജസദസ്സും ഇരിക്കുന്ന സമയത്ത് ബസ്റായിലെ അസന്റെ കഥ ആര് പറഞ്ഞു കൊടുത്തു? അബു അലി രാജാവിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. രാജാവ് ആ കഥ എന്താ പറയാ, ഒരു ഭക്ഷണം പോലും കഴിക്കാൻ എഴുന്നേക്കാതെ ബസ്റായിലെ അസന്റെ കഥ മുഴുവൻ കേട്ടു.
മുഴുവൻ കേട്ടു. എന്നിട്ട് രാജാവ് കഥ കേട്ടതിന് ശേഷം മോഹൻലാസപ്പെട്ട് വീണുപോയി, ബോധം കെട്ട് വീണു. കുറെ സമയം കഴിഞ്ഞിട്ട് രാജാവിനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് രാജാവ് പറഞ്ഞു, അബു അലി, ഈ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു സമ്മാനമായിട്ട്. ഈ രാജ്യത്തിന്റെ പകുതി തന്നിരിക്കുന്നു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു കഥ കേട്ടിട്ടില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് അബു അലി ഈ ബസ്റായിൽ ഹാസന്റെ കഥ. ഇത് ലോകത്തില് എല്ലാ രാജ്യത്തേക്കും ഇതിന്റെ കോപ്പി എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ഇത് എത്രയോ പ്രിന്റുകൾ എടുത്തിട്ട് ഓരോ രാജ്യത്തും കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വെക്കണം. അത്രയും പ്രധാനപ്പെട്ട ഒരു കഥയാണിത്. അങ്ങനെ രാജാവ് അബു അലിക്ക് രാജ്യത്തിന്റെ പകുതി കൊടുത്തു. എന്നിട്ട് അവിടെ കൊട്ടാരത്തിൽ സുഖലോലുപനായിട്ട് ആര്, അബു അലി, അതുപോലെ തന്നെ അബു അലിയുടെ പരിചാരകരും ഈ 5 ശിഷ്യന്മാരൊക്കെ ആയിട്ട് ജീവിച്ചു പോവാൻ. ഈ ബസ്റായിൽ ഹാസന്റെ കഥ കിൻഡാമിർ രാജാവിനോട് അബു അലി പറഞ്ഞു കൊടുത്തല്ലോ. അബു അലിയോട് നമ്മുടെ ശിഷ്യൻ പറഞ്ഞു കൊടുത്തല്ലോ, മുബാറക്ക് പറഞ്ഞു കൊടുത്തല്ലോ, മുബാറക്കിനോട് ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തല്ലോ. ഏതാണ് ഈ കഥ, ബസ്റായിൽ ഹാസന്റെ കഥ? നിങ്ങൾക്കും കേൾക്കണ്ടേ? റെഡിയായി നിന്നോളൂ. അടുത്ത പാർട്ടിൽ ബസ്റായിൽ ഹാസന്റെ 1ാം ഭാഗം ഞങ്ങൾ പറയും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ചേരുന്നു. മുമ്പ് ഞങ്ങൾ ധർമ്മിഷ്ഠനായ ഷെയ്ഖ് എന്ന 5 ഭാഗം പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഞങ്ങളുടെ KHL ഹാപ്പി ഹോം എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കഥ കേൾക്കണം. എന്നിട്ട് ബസ്റായിൽ ഹാസന്റെ കഥയും കൂടി കേൾക്കണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.